ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18. ഫെബ്രുവരി 18 എന്താണെന്നറിയോ? അറിയാവോ? ഇല്ല. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഓ മൈ ഗോഡ്. അപ്പം ഫ്രണ്ട്ഷിപ്പ് ഡേ അന്ന് ഫ്രണ്ട്സിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഇതുവരെ കിട്ടിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് എൻ്റെ വേളുകളുടെ ഫ്രണ്ട്സിനെ. ഒരു മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനോടും അമ്മയോടും പറയാത്ത പല കാര്യങ്ങളും നമുക്കൊരു ഫ്രണ്ടിനോട് പറയാം. ചിലപ്പോൾ അവരായിരിക്കും നമ്മളെ മുന്നോട്ട് എത്തിക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. അങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് കിട്ടും. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. എനിക്ക് ഫ്രണ്ട് എന്ന് പറയാൻ നീ പറഞ്ഞതുപോലെ തന്നെയാണ്. അച്ഛനോടും അമ്മനോടും പറയാത്ത രഹസ്യങ്ങൾ പോലും നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറയും. ഈ സൗഹൃദം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, വില എന്താ പൈസ കൊടുത്താൽ കിട്ടാത്ത കുറേ കാര്യങ്ങളിൽ ഒന്നാണ് അതൊക്കെ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് പൈസ കൊടുത്താൽ ചിലപ്പോൾ എന്താ പറയുക, ഒരു ഫ്രണ്ടിനെ കിട്ടും. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട് നേടിയെടുക്കുന്ന ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല ആ പൈസ കൊടുത്ത് കിട്ടുന്നത്. ചിലപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ഒരു ഫ്രണ്ട്, ഞാനിപ്പോൾ ജസ്മോളെ പൈസ കൊടുത്തിട്ട് ഒരു ഫ്രണ്ടാക്കി, ചിലപ്പോൾ പൈസ തീരുന്നത് വരെ അവളിൻ്റെ പുറം അങ്ങനെയായിരിക്കും. പൈസ തീരുന്ന ആ ഒരു ടൈമിങ്ങിൽ വിട്ട് ഇങ്ങനെയാവും. പിന്നെ ഒരു അകൽച്ചയായിരിക്കും. പക്ഷെ മറ്റേ സൗഹൃദം എന്ന് പറയുന്നത്, നമ്മൾ നേടിയെടുക്കുന്ന സൗഹൃദം എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാരണം അത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്. നിങ്ങൾക്കുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളതും അതേമാതിരി നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇന്ന് ഈ ഒരു ഡേ എനിക്കറിയില്ലായിരുന്നു, ഇവിടെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ ഒരു ഡേ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാം. എനിക്കുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സംഭവം എന്താണെന്നറിയാമോ? നമ്മളുടെ യഥാർത്ഥ സുഹൃത്ത് ആര് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആപത്ത് ഘട്ടം വന്ന് നോക്കണം. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു ആപത്ത് ഘട്ടം വന്ന സമയത്ത് ഞാൻ വിചാരിച്ച എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞാൻ വിചാരിച്ച ആൾക്കാരല്ല കേട്ടോ ഓടിയെത്തിയത്. ഞാൻ പോലും വിചാരിക്കാത്ത, നമ്മൾ ഉറങ്ങുന്ന ഉറക്കത്ത് പോലും പ്രതീക്ഷിക്കില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ചിലരാണ് എൻ്റെ കാര്യത്തിൽ ഓടിയെത്തിയത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഒരു ആപത്ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ച സ്നേഹിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്താൽ മതി. വാട്സാപ്പിലൊന്നും മെസ്സേജ് അയച്ചത് എങ്ങനെയാ? ആയാലും സുഖമാണോ, എന്തൊക്കെയാണ്, ഇത്രയും എനിക്ക് അയക്കാനല്ല കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിന് അയക്കാൻ. ഈ വീഡിയോ കഴിഞ്ഞ പാടെ ഞാൻ എന്തായാലും അതിന് നിൽക്കും. അത് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫെബ്രുവരി 18 ഓർമ്മയില്ല. ഇന്ന് പാടാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊരു ഡേ ഒന്നും നമുക്ക് ആർക്കും ആവശ്യമില്ല. പക്ഷെ എല്ലാത്തിനും ഓരോരോ ഡേ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാത്തിനും ഒരു ഡേ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ 18 ഫ്രണ്ട്ഷിപ്പ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ കാലത്ത് മാറ്റിയേ പറ്റും. ഹെയറിൽ കയറാനുള്ള വകുപ്പ് വേറെ നോക്കണ്ട. എൻ്റെ സുഹൃത്ത് ബെസ്റ്റി എന്ന് പറഞ്ഞാല് മറ്റേതല്ല, അത് ഓരോരുത്തർ ഓരോ പേര് ഇട്ടിട്ട് പിന്നെ അത് ആക്കി എടുക്കുന്നതാണ് ബെസ്റ്റി. ഒരുപാട് ആൾക്കാരെ ബെസ്റ്റി എന്ന് വെച്ചാൽ ശരിക്കും പറയാൻ എന്താന്ന് വെച്ചാല് ഫ്രണ്ട്സിനെക്കാട്ടും വലിയൊരു ബന്ധം. അതായത് നമ്മൾ എല്ലാം ഉള്ളു തുറന്ന് സംസാരിക്കാൻ കാര്യം ഇതാക്കുക. അല്ലാതെ ഈ ബെസ്റ്റി എന്ന് പറഞ്ഞ പേരെടുത്തിട്ട് ഇവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഞാൻ ഇടപെടും, ഇവിടെ ഒരാളെ കൈ കൊടുക്കാൻ സമ്മതിക്കൂല. കാരണം അത്രയും സ്നേഹം ആ ഒരു ബന്ധം, കെയറിങ്. അല്ലാണ്ട് ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതാക്കുക, അതല്ല. അത് ചില ആൾക്കാർ അത് മുതലെടുത്തു എന്നേ ഉള്ളൂ. ഈ ഫ്രണ്ട്ഷിപ്പും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ആണും പെണ്ണും ചെറുപ്പം മുതലേ ഫ്രണ്ട്സായി നടന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു അകന്നു പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ നാടാണ്. ഓരിപ്പോൾ ഒന്നിച്ച് ചിലപ്പോൾ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് എന്തെങ്കിലും ഇന്റർവ്യൂവിനോ കാര്യത്തിനൊക്കെ റൂം എടുത്തതായിരിക്കും. പക്ഷെ അവരവിടെ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴായിരിക്കും സമൂഹം തന്നെ അടക്കി പറയും, ഒരു രണ്ടാമത് ഒരുമിച്ചായാലും എന്തോ ഉണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഒരുവിധം ഫ്രണ്ട്ഷിപ്പും ഈ ബെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്നായിട്ട് ഒരു അകൽച്ച വന്ന് പോകാൻ കാരണം. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ആണും പെണ്ണും സൗഹൃദമാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സമൂഹമാണ് മറ്റൊരു കണ്ണുകൊണ്ട് കാണുക. ഇപ്പം തന്നെ ഞങ്ങളെ തന്നെ വെച്ച് നോക്കുക വെച്ചാൽ ഞങ്ങൾ ഒരേ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളെ നെഗറ്റീവായിട്ട് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ
മനസ്സറിഞ്ഞ് തുറന്നു പറയാ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന് ഇവനാണ്, ഒന്ന് എൻ്റെ മൂത്ത സഹോദരീൻ്റെ മകനാണ്. ഇവർ രണ്ടുപേരെയും കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനിയെ പുറത്തൊരാക്കി കേട്ടോ. അത് ഞാൻ തുറന്നു പറയുന്നതിനെന്താ പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ വളരെ കുറവാണ്. പകുതി മുക്കാലും ഇവൻ്റെ സുഹൃത്തുക്കളാട്ടോ എൻ്റെ സുഹൃത്തുക്കൾ. എന്ന് വെച്ചാൽ ബസ് പോയിട്ട് അവിടുന്ന് പരിചയമായ ആൾക്കാരാണ്. അല്ലാതെ എനിക്ക് എന്ന് പറയാൻ വളരെ വളരെ കുറവാണ്. പിന്നെ ഒരു പെൺകുട്ടികളുമായിട്ട് തന്നെ ഞാൻ വളരെ വളരെ കുറവായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് വെക്കാറ്. അത് കുട്ടിക്കാലം തൊട്ടേ അങ്ങനെ കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ പരദൂഷണം പറച്ചിൽ എനിക്ക് ഭയങ്കര താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഭയങ്കര താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം പെൺകുട്ടികളെന്ന് വെച്ചാൽ കുറച്ച് പരദൂഷണം അത് സ്വാഭാവികം, അവരുടെ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മലയാളിയിലെ സമ്പാദ്യമാണ്. അതായത് എന്താ പറയാ, എങ്ങനെയാ പറഞ്ഞിരിക്കാറ്, അല്ലാതെ ഓരോ പ്രത്യേകതയാണ്. എങ്ങനെയാണെങ്കിലും പറയും. ഈ ഞങ്ങൾ ആ സിനിമ കണ്ടില്ല, നമ്മളെ കുഞ്ചാക്കോനും ശാലിനിയും ഉള്ള നിറം. അതിൽ അവര് ചെറുപ്പം മുതൽ, അതായത് കുട്ടിക്കാലം തൊട്ടേ അവര് ഫ്രണ്ട്സായി വന്നതാണ്. അവസാനം കല്യാണം കഴിക്കുന്ന രംഗാണ്. പക്ഷെ എന്നാൽ പോലും അതിൽ മറ്റുള്ളവർ ഇവരെ പറ്റി പറയുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊന്നും ആണും പെണ്ണൊന്നും ഒരുമിച്ച് നടക്കാത്തതും. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ കമ്പനിക്കാരൻ്റെ പെങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വണ്ടീൻ്റെ മുകളിൽ കയറ്റി പോകാൻ പറ്റൂല. അപ്പോഴേക്ക് രണ്ടാളും പ്രേമത്തിലാ, യോന്റെ കയ്യിലാ, ആ സംസാര വരിക. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒന്നാമത് ഇങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാൻ പോലും നിൽക്കാത്തത്. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അതൊക്കെ മാറണം ശരിക്കും. ഇന്നത്തെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്നേഹം കൊടുത്തിട്ട് കമ്പനിയാവുക. പൈസ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഗ്ലാമർ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെ കമ്പനിക്കാരൻ നമ്മളെ പൊന്നു പോലെ നോക്കുന്ന കണ്ടിട്ട് ഒന്നും നിൽക്കരുത്. സ്നേഹം കൊണ്ട് മാത്രം കമ്പനിയായിട്ട് നല്ല ഫ്രണ്ട്സായിട്ട് ജീവിതകാലം മുഴുവൻ മുമ്പോട്ട് പോവുക. അതൊരു അടിപൊളിയാ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുകൂടം ലേഡീസ് ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണ്. ജെൻസ് എന്ന് പറയാനും ഇവൻ്റെ കമ്പനിക്കാരാട്ടോ ഒട്ടുമിക്ക ആൾക്കാരും. എനിക്കങ്ങനെയില്ല. എൻ്റെ കൂടെ പഠിച്ചോലൊക്കെ ആയിട്ട് കമ്പനി ഉണ്ട് എന്നല്ലാതെ, എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മനസ്സറിഞ്ഞ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അത് പറയാൻ വേണ്ടിയിട്ട് ഇവനുണ്ട്, ഏട്ടത്തിൻ്റെ മകനുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി ആരാന്ന് ചോദിച്ചാൽ എൻ്റെ മൂത്ത സഹോദരി തന്നെയാണ്. എല്ലാ കാര്യവും ഞാൻ അവളെ അടുത്ത് ഷെയർ ചെയ്യും. അവളെ കഴിഞ്ഞിട്ടേ പുറത്തൊരാളടുത്തേക്ക് ഷെയർ ചെയ്യാൻ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ അവളെ ഒരു കൂട്ടുകാരിയായിട്ടാണോ അല്ലെങ്കിൽ ഒരു ഉമ്മയായിട്ടാണോ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളത് എനിക്കും അവൾക്കും ഇത് മനസ്സിലായില്ല. എന്നെക്കാട്ടിൽ 10 വയസ്സിന് മൂപ്പുണ്ട് അവൾക്ക്. പക്ഷെ ഞാൻ അവളെ മോളേന്നാണ് വിളിക്കുക. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വിലമതിച്ചാൽ തീരാത്തൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. നമുക്കൊരു ആപത്ത് ഘട്ടം വരുന്ന സമയത്ത് യഥാർത്ഥ ഫ്രണ്ട്സിനെ നമുക്ക് കാണാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഡേ, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡേ ഒന്നും നമുക്കാർക്കും ആവശ്യമില്ല. എങ്കിൽ പോലും ആ ഒരു ഡേ ആയതുകൊണ്ട് ഫ്രണ്ട്സിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എന്താ പറയണ്ട, ഒന്ന് സ്റ്റാറ്റസ് ഇടണം. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ ദിവസമാണ് നമ്മൾ പറഞ്ഞത്, നൻപനെ പോയി ആരുമില്ലേ, അങ്ങനെ എല്ലാവരും പാടിക്കോളി. അപ്പം നമ്മുടെ നൻപൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതാണ്. നമ്മളെ ചതിക്കാത്ത നൻപനായിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങളെയൊക്കെ ലൈഫിൽ അനുഭവം എന്ന് വെച്ചാൽ നൻപന്മാരും ഞങ്ങളെ ചതിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഒരു അകല സ്വാഭാവികമാണല്ലോ. അപ്പോൾ എൻ്റെ റിയൽ ലൈഫിൽ എന്നെ നൻപൻ ചതിച്ചിട്ടുണ്ട്. നിന്നെ ചതിച്ചിട്ടുണ്ടോ? പക്ഷെ എന്നെ ചതിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് 2 കിട്ടിയ ഒരു ചതിയാണ്. അപ്പൊ ഞങ്ങൾ 2 പേരുടെയും നൻപനായിരുന്നു. നൻപൻ എന്നൊക്കെ പറഞ്ഞാൽ വെറും വാക്കായി പോവില്ലേ, അത്രക്ക് എന്തെന്നാ പറയാ, അതിന് പറയാനൊരു വാക്കുകൾ പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോ എല്ലാവരോടും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ബൈ.